സഹോദരെ നമസ്കാരം. മാച്ച് 68 LSG വേഴ്സസ് പഞ്ചാബ് കിങ്സിന്റെ ഫസ്റ്റ് ഇന്നിങ്സ്. LSGയുടെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 196 എന്ന നിലയിൽ ഫിനിഷ് ചെയ്തിരിക്കുക 20 ഓവറിൽ. ഓക്കെ, 170 റൺസായിരുന്നു ഇവിടുത്തെ പാർ സ്കോർ, ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ. അവർ അതിന് മേളിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 180 പഞ്ചാബിന് ജയിക്കണമെങ്കിൽ ഒതുക്കണമായിരുന്നു, നടന്നില്ല. 16 റൺസ് ഹേഡാണ്. ആ 16 റൺസിൻ്റെ ജയമോ തോൽവിയാണ് നമുക്കിനി കളി കാണാനുള്ളത്. ഈ സ്കോർ LSG ഡിഫെൻഡ് ചെയ്യുമില്ലേ നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഇംഗ്ലീഷ് 44 ബോൾ 72 റൺസ് അടിച്ചിട്ടുണ്ട്. 9 4-ഉം 2 6-ഉം ശശാങ്കാണ് ആ വിക്കറ്റ് എടുത്തത്. ഓക്കെ, അതുപോലെ അർഷൻ കുൽക്കർണി ഒരു അവസരം കിട്ടിയെങ്കിലും ഫസ്റ്റ് ബോൾ ഡക്കായി ഒമറാസി തന്നെ ആ വിക്കറ്റ് എടുത്തു. ഓക്കെ, നിക്കി പി വീണ്ടും വിഷമിപ്പിച്ചു. 7 ബോൾ 2 റൺസ്. ജാൻസനാണ് വിക്കറ്റ് എടുത്തത്. ബദോനി വന്നൊരു ഹെവി ഇന്നിങ്സ് കളിച്ചാണ് 10 ഓവറിൽ 100 റൺസ് എടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയാണ്. ബദോനി 18 ബോൾ 43 റൺസ്, 5 4 3 6 അടിച്ച് ചാഹൽ വിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു നല്ല സ്കോറിലേക്ക് പോകാനുള്ളൊരു പ്ലാറ്റ്ഫോം കൊടുത്തു. പന്ത് വന്ന് 22 റൺസ് 22 ബോളിൽ 26 റൺസ് എടുത്തു. 3 4 ചാഹൽ വിക്കറ്റ് എടുത്തു. ആ ചാഹലിൻ്റെ ഓവറിൽ തന്നെ 20 ബോൾ 19 ഔട്ടാവേണ്ട ആളാണ്. ഒരു ചാൻസ് കളഞ്ഞു, ശ്രേയസ് അയ്യർ കളഞ്ഞു. അങ്ങനെ കളയാത്ത ഒരാൾ ചാൻസ് കളഞ്ഞു. അത് ഇച്ചിരി ഫോർവേഡ് അടിച്ച് അടുത്ത ബോൾ ഔട്ടായി. ഓക്കെ, സമദ് 20 ബോൾ 37 നോട്ട് ഔട്ട്, 3 4 3 6. സമദിനെ കുറിച്ച് പറയാനുണ്ട്, അതോടെ നിൽക്കട്ടെ. മുകേഷ് ചൗധരി ഒന്നും ചെയ്യാൻ പറ്റില്ല, 3 ബോൾ 1. ജാൻസൺ എടുത്ത വിക്കറ്റ്. അർജുൻ നിൽക്കർ 5 ബോൾ 5 നോട്ട് ഔട്ട്. ഓക്കെ, എന്തൊക്കെയായാലും നമ്മുടെ ജാൻസൺ 33 റൺസിന് 2 വിക്കറ്റ്, 4 ഓവർ എടുത്തു. ചഹൽ 25 റൺസിന് 2 വിക്കറ്റ് എടുത്തു, 4 ഓവർ 25 19 റൺസിന് 2 വിക്കറ്റ്, 32 റൺസിനായിരുന്നു. ടീം അത് സഹായിച്ചില്ല. ഓക്കെ, അർഷദീപ് ഇന്ന് 50 അടിച്ചു. ബാറ്റ് ചെയ്തല്ല, ബോൾ ചെയ്ത് അടി കൊണ്ട് നിവർന്ന് 3 ഓവറേ എറിഞ്ഞുള്ളൂ. 52-0. ഓക്കെ, ഒമറസി 29-1 3 ഓവറിലും, വൈശാഖ് 26-0 3 ഓവറിലും, അല്ല ശശാങ്ക് 29-1 3 ഓവറിലും. അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 20ാമത്തെ ഓവർ, അതുമല്ല അർജുൻ നിൽക്കുന്ന പോലുള്ള ആൾക്ക് സമദിനൊക്കെ ഒരുപാട് അവസരം കിട്ടി ഈ സീസണിൽ. ഒന്നും ചെയ്യാൻ പറ്റില്ല. LSG തോറ്റ് പണ്ടടങ്ങി 8 പോയിന്റായിട്ട് നിൽക്കുന്ന അവസ്ഥ. അപ്പം എന്താണ് പറയേണ്ടത്? ആസ് എ സീനിയർ പ്ലെയർ ആയിട്ട് സമദ് ഒരു പ്ലെയർ വരുമ്പോൾ, അർജുൻ നിൽക്കുന്ന പ്ലെയർ വരുമ്പം ഫസ്റ്റ് ഓവറിൽ ആദ്യം ഒരു 20ാമത്തെ ഓവറിൽ ആദ്യത്തെ ബോൾ വൈഡ്, അടുത്ത ബോൾ ഡോട്ട് സിംഗിൾ എടുക്കേണ്ടത് എടുത്തില്ല. സെക്കൻഡ് ബോൾ ഡോട്ട്, അതും സിംഗിൾ എടുത്തില്ല. തേർഡ് ബോളും ഡോട്ട്, അതും സിംഗിൾ എടുത്തില്ല. എന്നിട്ട് 4th ബോൾ ഒരു 6 അടിച്ചു. അത് കഴിഞ്ഞ് 2 എണ്ണം അവിടെ ഇവിടെയൊക്കെ തട്ടി 4 പോയി. അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ അർഷദീപിൻ്റെ സഹായം കൊണ്ട് 3 വൈഡ് ഉള്ളതുകൊണ്ട് ഒരു 16-17 റൺസ് എടുത്തുകൊണ്ട് മാത്രം സമദിനെ ആരും കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഞാൻ പറയുന്ന എൻ്റെ വ്യൂവേഴ്സ് 50 500 1000 എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. കാണുന്ന എല്ലാവരും പറയണം, എൻ്റെ പൊന്നു മക്കളെ, നമ്മളിങ്ങനെ പഠിക്കരുത്. ഓക്കെ, 9 വിക്കറ്റ് പോയെങ്കിൽ മാത്രമുള്ള ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിൽ സിംഗിൾ എടുക്കണ്ട, 6 4 അടിച്ച് സ്കോർ കയറ്റാൻ നോക്ക്. ബാക്കി അല്ലെങ്കിൽ ടീമിൽ ട്രസ്റ്റ് ഇല്ല എന്നുള്ള വിശ്വാസം വരുത്തിക്കും. എല്ലാവരും പ്രൊഫഷണൽ പ്ലെയേഴ്സാണ്.